ആറന്മുള മണ്ഡലത്തിന്റെ ഇൻചാർജായി ബി.ജെ.പി നിശ്ചയിച്ച ഷാജി രാഘവനെ മാറ്റി. മുൻ സ്ഥാനാർത്ഥിയായിരുന്ന ബിജു മാത്യുവിനാണ് മണ്ഡലത്തിന്റെ പുതിയ ചുമതല. പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് നടപടി എന്നാണ് ലഭിക്കുന്ന സൂചന. ഷിജോ കുര്യനാണ് ചേരുന്നത്. ഷിജോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BDJS-ൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കണമെന്ന ആവശ്യമൊക്കെയായി സജീവമായി ബി.ജെ.പിക്കുള്ളിൽ തന്നെ ചർച്ചാ വിഷയമായ മണ്ഡലമാണ്. കുമ്മനം പോലൊരു ശക്തനായ മത്സരാർത്ഥിയോടുള്ള ഒരു മണ്ഡലമാണ്. എന്താണ് നിലവിലെ തർക്കം? സ്മിത, സുഹൈൽ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ BJP-ക്കുള്ളിൽ വലിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല തരത്തിലുമുണ്ട്. ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമടക്കം BJP മുന്നണി നേരിടുന്നുണ്ട്. അപ്പോൾ NDAയിൽ ആ തർക്കം പോലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ആറന്മുള പോലെ ഒരു ത്രികോണ മത്സരം നടക്കുന്ന BJP-യുടെ സ്റ്റാർ ക്ലാസ് മണ്ഡലമായിട്ട് അവർ തന്നെ കരുതുന്ന ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ ഇൻചാർജായിട്ട് ചുമതല നൽകിയിരുന്ന ഷാജി ആർ രാഘവനെ മാറ്റിയിട്ടുള്ളത്. മണ്ഡലത്തിന്റെ പുതിയ ചുമതല മുൻ സ്ഥാനാർത്ഥിയായിരുന്ന ബിജു മാത്യുവിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഷാജി ആർ രാഘവനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റുമാർ ഷാജി രാഘവനെതിരെ ഗുരുതരമായിട്ടുള്ള ചില പരാതികൾ പറഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഷാജി രാഘവനെ BJP നേതൃത്വം ഇപ്പോൾ ഇൻചാർജ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുള്ളത്. അതേസമയം ഷാജി രാഘവൻ ഈ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ചുമതലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടുന്ന് മാറ്റിയിട്ടുള്ളത്. അതല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. കർഷക മോർച്ചയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നയാളാണ് ഷാജി രാഘവൻ. ആ സ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തിക്കട്ടെ, അതുകൊണ്ട് രണ്ട് ചുമതലകൾ വഹിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് മാറ്റിയെന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത്, മറ്റു ചില നേതാക്കൾ പറയുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രചരണം രണ്ടാം റൗണ്ട് പൂർത്തിയാകുന്ന ഇടയിലാണ് ഈ ഇൻചാർജായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ഷാജി രാഘവനെ ആറന്മുള മണ്ഡലത്തിന്റെ ഇൻചാർജ് ചുമതലയിൽ നിന്ന് നിലവിൽ മാറ്റിയിട്ടുള്ളത്. സ്മിത, സുഹൈൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.